ഈ വിഷയങ്ങളെ നമ്മൾ ഇനി ചർച്ച ചെയ്യേണ്ടത് സുപ്രീം കോടതി ഈ ഘടകങ്ങളെ, ഈ പ്രശ്നങ്ങളെ എങ്ങനെ സമീപിച്ചു എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ വേണം. സുപ്രീം കോടതിയാകട്ടെ, ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് ഇക്കാര്യങ്ങളിൽ വലിയ ആശങ്കയും സംശയവും ഉന്നയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടക്കാല ഉത്തരവിൽ വളരെ ശക്തമായി തന്നെ നിർദ്ദേശങ്ങൾ കോടതിക്ക് സർക്കാരിന് മുമ്പാകെ വെക്കുകയും ചെയ്തു. ശ്രീ അനിൽകുമാർ, അങ്ങനെയാണ് കോടതിയിൽ സംഭവിച്ചത്. ഇത് BJPയുടെ വാദമാണ്. ഇത് രണ്ടും രണ്ട് തന്നെയാണ്. ശ്രീ അനിൽകുമാർ. ഒന്ന്, നിലവിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും വിൽപ്പത്രപ്രകാരമോ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം വഴിയോ വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കാത്ത ഒരു സ്ഥലവും വഖഫാവില്ല. അപ്പോൾ വഖഫ് ട്രിബ്യൂണൽ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഏകപക്ഷീയമായി അവർക്ക് അത് കൈകാര്യം ചെയ്യാനാവില്ല. ആ വഖഫുമായി ബന്ധപ്പെട്ട് ഒരു അടിസ്ഥാന സംവിധാനം ഉണ്ടാകണം. അതിൻ്റെ ഭാഗമായി അത് രേഖകളിൽ അത് ആ വഖഫുമായി ബന്ധപ്പെട്ട അടിസ്ഥാന കാര്യമായി മാറണം. തളിപ്പറമ്പിലെ കാര്യത്തിൽ മുഖ്യമന്ത്രി അതാണ് പറഞ്ഞത്. നിലവിൽ കരം കെട്ടിക്കൊണ്ടിരുന്നത് ജമായത്തിൻ്റെ പേരിലാണ്. ജമായത്തിൻ്റെ പേരിൽ കരം കെട്ടിക്കൊണ്ടിരുന്നൊരു വസ്തു വഖഫ് ഭൂമിയാണ് എന്ന് രേഖകളുണ്ട്. അത് വഖഫ് അല്ലാതെയാക്കാൻ മുസ്ലിം ലീഗ് ശ്രമിക്കുന്നു. അപ്പോൾ വഖഫ് ഭൂമി തട്ടിയെടുക്കാൻ മുസ്ലിം ലീഗ് ശ്രമിക്കുന്നത് പുതിയ കാര്യമല്ല. ഇന്ത്യ രാജ്യത്ത് വഖഫ് ഭൂമി തട്ടിയെടുക്കാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതേ മതവിഭാഗത്തിൽപ്പെട്ട കയ്യേറ്റക്കാരും കച്ചവടക്കാരും ഒക്കെ തന്നെയാണ്. അവരിൽ നിന്നും അതിനെ സംരക്ഷിക്കാനുള്ള നിയമ സംവിധാനമാണ് വഖഫ് ബോർഡ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ വഖഫ് ബോർഡിനെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നത് അതിലെ കയ്യേറ്റക്കാരാണ്. അതിന് BJP കൂട്ടുനിൽക്കുകയാണ്. എന്നിട്ട് ഈ വഖഫിൻ്റെ ഭൂമിയെല്ലാം നാളെ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് വീതിച്ചു കൊടുക്കുമെന്നൊരു കള്ളം. രണ്ട്, ഹിന്ദുക്കളായ ആളുകളുടെ, ക്രിസ്ത്യാനികളായ ആളുകളുടെ എല്ലാം ഭൂമി നാളെ വഖഫായി മാറാനിടയുണ്ട് എന്ന അടുത്ത കള്ളം. ഇങ്ങനെ കള്ളങ്ങളുടെ മേലെ കള്ളങ്ങൾ പറഞ്ഞ് ആളുകൾക്കിടയിൽ ഒരു പുതിയ വാക്ക് കൊണ്ട് കൊടുത്തിരിക്കുന്നു, വഖഫ് ഭീകരത. ആ വാക്ക് പറയുന്നവർക്കുള്ള ഒന്നാമത്തെ മറുപടി എന്ന് പറയുന്നത് ലോകത്തെ മുഴുവൻ വസ്തുവും വഖഫാവില്ല. രജിസ്റ്റർ ആധാരപ്രകാരം ഒരാൾ മുനമ്പമാണ് ഉദാഹരിച്ചത്. അനിൽകുമാർ, മുനമ്പം നമ്മുടെ മുമ്പിലുള്ളപ്പോൾ എങ്ങനെയാണ് കള്ളമാവുക? യെസ്, ഞാൻ മുനമ്പത്തിന് ഉത്തരം പറയാം. തിരുച്ചെന്തൂരുണ്ട്, കർണാടകയിലെ മുനമ്പത്ത് ഭൂമികളുണ്ട്. അവിടുത്തെ കോളേജിൻ്റെ കയ്യിൽ നിന്നാണ് മുനമ്പക്കാർ വസ്തു വാങ്ങിച്ചത്. ഞാൻ പറയട്ടെ സാർ. മുനമ്പത്തെ ഭൂമി അവിടുത്തെ 610ഓളം കുടുംബങ്ങൾ വിലയ്ക്ക് വാങ്ങിച്ചത് എവിടെ നിന്നാണ്? ഫറൂഖ് കോളേജിൻ്റെ പക്കൽ നിന്നാണ്. ഫറൂഖ് കോളേജിന് ആ ഭൂമി എവിടെ നിന്ന് കിട്ടി? അതിൻ്റെ ഉടമസ്ഥനായിരുന്ന ഒരാൾ വഖഫ് ചെയ്ത് കൊടുത്തു. സേട്ടിൻ്റെ ഭൂമി ആയതുകൊണ്ടാണ് വഖഫായത്. മുന്നുടമ സേട്ടാണ്. ഒരു മുസ്ലിം അല്ലാത്ത ആരുടെയെങ്കിലും ഒരാളുടെ വസ്തു ഇന്ത്യ രാജ്യത്ത് ഇങ്ങനൊരു പ്രമാണമില്ലാത്ത വസ്തു, അല്ലെങ്കിൽ ഇപ്രകാരം ഒരു ദാനം ചെയ്യാത്തൊരു വസ്തു, ദൈവകാര്യത്തിന് മാറ്റിവെക്കാത്തൊരു വസ്തു വഖഫാണ് എന്ന വാദം ഉന്നയിച്ച് ഒരു സ്ഥലത്തിൻ്റെ പേര് പറയാമോ? ഇന്ത്യ രാജ്യത്ത് എവിടെങ്കിലും പറയാൻ പറ്റില്ല. നിങ്ങൾ പാലക്കാട് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പറഞ്ഞു ഇതാ അവിടെ കാൽപ്പാത്തി വഖഫാകാൻ പോവാണ്, പിന്നെ ഇതാ ശബരിമല വഖഫാകാൻ പോവാണ്, അവിടെ വാബുർസ്വാമിയുടെ ക്ലെയിം ഉണ്ടെന്ന്. നിങ്ങൾ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതല്ലാതെ നിങ്ങളിപ്പോൾ മുനമ്പത്തെ ഉദാഹരണം പ്രിന്റു, ഞാൻ ചലഞ്ച് ചെയ്തല്ലോ പ്രിന്റു, സേട്ടിന്റെ ഭൂമി ആയതുകൊണ്ടും വഖഫ് ചെയ്തുകൊണ്ടുമാണ്. ഈ വഖഫ് വിഷയം വന്നപ്പോഴാണ് അതൊക്കെ അപ്രത്യക്ഷമായത്. കേരളത്തിൽ 52,000 പ്രദേശങ്ങളിലായി രജിസ്റ്റർ ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്ത് അതിനകത്ത് വരുന്ന പ്രദേശമാണ് കൽപ്പാത്തി. നോൺ മുസ്ലിങ്ങൾ അടക്കമുള്ള ആളുകളുടെ 6,500ഓളം പ്രോപ്പർട്ടികൾ വഖഫ്. അനിൽകുമാർ, കൽപ്പാത്തി എന്ന് പറഞ്ഞുകൊണ്ട് കൽപ്പാത്തിയിലെ ഭൂമിയൊന്നും ആർക്കും കിട്ടൂല. ഇന്നത്തെ ഏതെങ്കിലും വില്ലേജ് ഓഫീസിലെ രേഖകളിൽ വഖഫ് ഭൂമിയായിട്ട് എഴുതിയിട്ടുണ്ടോ കൽപ്പാത്തിയിലെ 1 ഇഞ്ച് സ്ഥലം? നിങ്ങൾ പാലക്കാട് ഇലക്ഷൻ ഉണ്ടായതുകൊണ്ടല്ലേ കൽപ്പാത്തി പറഞ്ഞത്. അവിടെ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പില്ലല്ലോ. ഇനി ഇവിടെ ഒരു പ്രധാനപ്പെട്ട വാദം ഞാൻ പറയാം. നിങ്ങൾ പറഞ്ഞ വാദം എന്താണ്? കോടതിക്കാണ് അധികാരം, അമുസ്ലിങ്ങളായ ആളുകൾ കൈകാര്യം ചെയ്ത കോടതിക്കാണ് അധികാരം. ഇതല്ലേ നിങ്ങളിപ്പോൾ പറഞ്ഞത്. നിങ്ങളുടെ 2A എന്താ പറയണത്? ഈ രാജ്യത്തെ ഏത് കോടതിയും ഏത് നിയമ സംവിധാനവും എന്ത് തീരുമാനമെടുത്താലും ട്രസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യം വഖഫാവില്ല. ഇതാണ് നിങ്ങളുടെ 2A. ആ 2Aയുടെ അർത്ഥം എന്താണ്? മുനമ്പത്തെ ഭൂമി ട്രസ്റ്റിന് കൊടുത്തത് കൊണ്ട്, ട്രസ്റ്റ് കൈപ്പറ്റിയത് കൊണ്ട് വഖഫല്ല. അതാണ് നിങ്ങളുടെ വാദം. അപ്പോൾ എന്ത് പറ്റും?
ആ വസ്തു സ്റ്റേറ്റിൻ്റെ അനന്തരാവകാശികൾക്ക് തിരിച്ചു പോകും. മുനമ്പക്കാർക്ക് ഭൂമി കിട്ടുമോ? നിങ്ങളുണ്ടാക്കിയ നിയമപ്രകാരം മുനമ്പക്കാർക്ക് ഭൂമി കിട്ടുമോ? അതുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ളതോ മുസ്ലിങ്ങൾ ധാരാളമുള്ളതോ ആയ ഒരു വഖഫ് ബോർഡ് ഇത് കൈകാര്യം ചെയ്യേണ്ട, പിന്നെ ആര് കൈകാര്യം ചെയ്യുക? കലക്ടർ കൈകാര്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച് കൈകാര്യം ചെയ്യുന്ന നിയമവ്യവസ്ഥ, ആ നിയമവ്യവസ്ഥയെ നിങ്ങൾ അട്ടിമറിച്ച് എക്സിക്യൂട്ടീവിൻ്റെ കയ്യിലേക്ക് ആ ഭൂമിയുടെ ഉടമസ്ഥത തീരുമാനിക്കുന്ന അധികാരം കൊടുത്തു. വറചട്ടിയിൽ നിന്നും എരുതിയിലേക്കെന്ന് പറയും. അതായത് നിലവിലുള്ള വഖഫ് ബോർഡിനകത്ത് മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. സുതാര്യതയ്ക്ക് വേണ്ടി മുസ്ലിം അല്ലാത്തവർ വരണം. ശരി, വന്നാൽ പ്രശ്നം എന്താണ്? തർക്കം എവിടെ വന്നത്? അങ്ങനെ വരുന്ന സംവിധാനത്തിൽ ഭൂരിപക്ഷം എന്തായിരിക്കണം? ആ ഭൂരിപക്ഷം കലക്ടറായിരിക്കണം. അപ്പോൾ കലക്ടർ ഭൂരിപക്ഷം വന്നാൽ എന്താ സംഭവിക്കുക? കലക്ടറെ മാറ്റാൻ പറ്റത്തില്ല. അതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കും, തീരുമാനം ഏതാണല്ലോ കലക്ടർ പറയുന്നത് നടക്കും. അതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നത് എന്താണ്? വറചട്ടിയിൽ നിന്നും എരുതിയിലേക്ക് എടുത്തെറിയുന്ന അനുഭവം നിങ്ങൾ ഈ കേരളത്തിലെ കലക്ടർമാരെ വെച്ചിട്ടൊന്നും കൈകാര്യം ചെയ്യരുത്. ദിവ്യാസ പോലെ സംശയം എന്താണ് ഇവിടെ? ശ്രീ കെ ജെ ജേക്കബ് ഒരു ഉത്തരേന്ത്യ മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾക്ക് ബാബറി മസ്ജിദ് അല്ല, ഒരു വാക്കൂടെ ശരത്തെ, ഒരു വാക്കൂടെ കെ എ നായരെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കെ എ നായർ ആലപ്പുഴക്കാരൻ കലക്ടറായിരുന്നു. ആലപ്പുഴക്കാരൻ്റെ കലക്ടർ ഇല്ലായിരുന്നെങ്കിൽ, ഫൈസാബാദിൽ കലക്ടറായിരുന്നില്ലെങ്കിൽ 1948 ബാബറി മസ്ജിദിനകത്ത് രാമവിഗ്രഹം ഒളിച്ചു കിടത്തുമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ നിങ്ങൾ രാജ്യസഭാ മെമ്പറാക്കി. പിന്നീട് ഒരു കലക്ടറെ, അപ്പോൾ പിന്നെ ഉത്തരേന്ത്യയിലെ കാര്യം പറയണോ? കലക്ടർ ഇന്നത്തെ സാഹചര്യത്തിൽ കലക്ടർമാരുടെ കയ്യിലേക്ക് ഇത് കൊടുക്കലാണ് നിങ്ങളുടെ ലക്ഷ്യം.